OTR നമ്പർ ജനറേഷൻ. കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ മാനദണ്ഡ പ്രകാരം 2025-26 അധ്യയന വർഷം മുതൽ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിനായി നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഒരു OTR നമ്പർ ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി scholarships.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വെബ്സൈറ്റിൽ ഗെറ്റ് യുവർ OTR എന്ന സെക്ഷനിൽ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആകുന്ന ലോഗിൻ പേജിൽ നിന്നും രജിസ്റ്റർ യുവർ സെൽഫ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓപ്പൺ ആകുന്ന ഗൈഡ് ലൈൻസ് വായിച്ചതിന് ശേഷം കൺസേൺ ചെക്ക് ബോക്സ് ടിക്ക് നൽകി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി മൊബൈൽ നമ്പർ നൽകിയതിനു ശേഷം ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ OTP സെൻഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണാവുന്നതാണ്. മൊബൈലിൽ ലഭിക്കുന്ന OTP എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് ക്യാപ്ച കോഡ് ശരിയായി നൽകി വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് സ്ക്രീനിൽ തെളിയുന്നതാണ്. തുടർന്ന് ഈ KYC വെരിഫിക്കേഷനായി ആധാർ നമ്പർ നൽകിയതിനു ശേഷം ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. കൺസേൺ ഫോർ പ്രൊവൈഡിംഗ് ആധാർ എന്ന പോപ്പപ്പിൽ ഐ എഗ്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ OTP സെൻഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണാവുന്നതാണ്. തുടർന്ന് മൊബൈലിൽ ലഭിക്കുന്ന OTP നൽകുക. ക്യാപ്ച കോഡ് നൽകി വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണാവുന്നതാണ്. അതോടൊപ്പം സ്ക്രീനിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ തെളിയുന്നതാണ്. തൊട്ടു താഴെയായി അച്ഛന്റെയും അമ്മയുടെയും പേര് നൽകുക. അടുത്തതായി ഇമെയിൽ വിലാസം നൽകുക. തുടർന്ന് ക്യാപ്ച കോഡ് നൽകി ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് രജിസ്ട്രേഷൻ ജനറേറ്റഡ് സക്സസ്ഫുള്ളി മെസ്സേജ് തെളിയുന്നതാണ്. അതോടൊപ്പം സ്ക്രീനിൽ ഒരു റെഫറൻസ് നമ്പർ കാണാവുന്നതാണ്. ഈ നമ്പർ കുറിച്ചു വയ്ക്കുക. അടുത്തതായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനായി ബയോമെട്രിക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിനായി NSP OTR, ആധാർ ഫേസ് RD എന്നീ ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും NSP OTR ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അടുത്തതായി ആധാർ ഫേസ് RD എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് NSP OTR എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഈ KYC ബൈ ഫേസ് ഓത്ത് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആകുന്ന സ്ക്രീനിൽ മുൻപ് ലഭിച്ച റെഫറൻസ് നമ്പർ നൽകിയതിനു ശേഷം സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. SMS ആയി ലഭിച്ച OTP നൽകുക. തുടർന്ന് ക്യാപ്ച കോഡ് ശരിയായി നൽകിയതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി പ്രൊസീഡ് ഫോർ ഫേസ് ഒതന്റിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആകുന്ന പോപ്പപ്പിൽ പെർമിഷൻ അലൗ ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആകുന്ന സ്ക്രീനിലെ ഫേസ് ഒതന്റിക്കേഷൻ അഡ്വൈസറീസ് വായിച്ചു നോക്കുക. ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടാതെ ഫോട്ടോ എടുക്കേണ്ടയാളുടെ കണ്ണുകൾ ബ്ലിങ്ക് ചെയ്യുമ്പോഴാണ് ഫോട്ടോ ക്യാപ്ചർ ആകുന്നത് എന്നീ വിവരങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് നൽകിയതിനു ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്ക്രീൻ ഓപ്പൺ ആകുന്നതാണ്. മുഖം സർക്കിളിനുള്ളിൽ ശരിയായി ക്രമീകരിച്ചതിനു ശേഷം ഫോട്ടോ എടുക്കുന്നതിനായി കണ്ണുകൾ ബ്ലിങ്ക് ചെയ്യുക. ഇപ്പോൾ ഇമേജ് ക്യാപ്ചർഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് തെളിയുന്നതാണ്. തുടർന്ന് നിങ്ങളുടെ OTR നമ്പർ സ്ക്രീനിൽ തെളിയുന്നതാണ്. OTR നമ്പറും ടെമ്പററി ലോഗിൻ പാസ്വേഡും നിങ്ങൾക്ക് SMS ആയി ലഭിക്കുന്നതാണ്. അടുത്തതായി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ SMS ആയി ലഭിച്ച OTR നമ്പറും പാസ്വേഡും നൽകുക. തുടർന്ന് ക്യാപ്ച കോഡ് നൽകി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആകുന്ന പേജിൽ കറന്റ് പാസ്വേഡ് നൽകുക. അടുത്തതായി പുതിയൊരു പാസ്വേഡ് നൽകുക. തുടർന്ന് ക്യാപ്ച കോഡ് നൽകി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് യുവർ പാസ്വേഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ചേഞ്ച്ഡ് എന്ന മെസ്സേജ് തെളിയുന്നതാണ്. ഇതിൽ OK നൽകുക. അടുത്തതായി ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ OTR നമ്പറും പുതിയ പാസ്വേഡും നൽകുക. ക്യാപ്ച കോഡ് നൽകി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആകുന്ന സ്ക്രീനിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ വിവരങ്ങളും OTR നമ്പറും കാണാവുന്നതാണ്. ഇതോടെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതാണ്. തുടർന്ന് ഇഗ്രാൻസ് പോർട്ടലിൽ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച OTR നമ്പർ ഉൾപ്പെടുത്തേണ്ടതാണ്.